ഈ 99% ബിസിനസ് ഓണേഴ്സ് പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പ്രൈസ് കുറയ്ക്കാതെ മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം അത്രക്ക് കോമ്പറ്റീഷനാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ബ്രാൻഡായിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസായിട്ടോ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കവിടെ എന്ത് ചെയ്യേണ്ടി വരും? പ്രൈസ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? അവിടെ ഒരു ഡിഫറൻറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയാം. അതായത് നമ്മുടെ ബ്രാൻഡിന് വേണ്ടി, നമ്മുടെ സർവീസിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ലെൻസ്കാർട്ട്. ഈ ലെൻസ്കാർട്ട് എന്ന് പറയുന്നത് ഒരു സ്പെക്സിൻ്റെ ഷോപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അതേസമയം നമ്മുടെ ചുറ്റുവട്ടമുള്ള ഒരുപാട് സ്പെക്സിൻ്റെ ഷോപ്പുകളിൽ ഒരു സ്പെക്സിൻ്റെ ഷോപ്പാണോ ലെൻസ്കാർട്ട്? അല്ല. അത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. കാരണം അത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിനനുസരിച്ചുള്ള ഫ്രെയിം സെറ്റ് ചെയ്യാൻ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ തരുന്നുണ്ട്. വിർച്വൽ ട്രൈ ഔട്ട്. അത് കൂടാതെ നമ്മൾ ആ ഒരു ഷോറൂമിലോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് നൽകുന്ന ആ ഡിസൈനുകൾ, കളറുകൾ, ലെൻസസിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് വേണ്ട ഒരുപാട് ഡിഫറൻസിയേഷൻ അവരവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസിയേഷൻസ് കൊണ്ടുവരുമ്പോൾ തന്നെ അവരെന്താണ്? അവരൊരു ഡിഫറെൻറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അവർക്കെന്തില്ല? പ്രൈസിൻ്റെ പ്രശ്നം ഇല്ല. അപ്പോൾ ഇതേപോലെ നമ്മുടെ ബ്രാൻഡിലും വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻസിയേഷൻസ് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ നമുക്കും എന്ത് ചെയ്യാം? നമ്മുടേതായ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഈ പ്രൈസിൻ്റെ പ്രശ്നം അവിടെ വരില്ല. നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിൽ എന്തൊക്കെ ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാം? അത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.